സുന്ദരമായ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാറ്റുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കാണാം. ഇവിടെയാണ് ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് നടന്നുള്ള സ്ഥലമാണ്. ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് നടന്നുള്ള സ്ഥലം. വെട്ടം, മേഘം തുടങ്ങിയ സിനിമകളുടെ ഷൂട്ടിംഗ് ആണ്. ഈ പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ മനോഹരമായ ഒത്തിരി കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ടോ? പോരാ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ പ്ലാറ്റ്ഫോമാണ് വളരെ രസമുള്ള കാഴ്ചകൾക്ക് ഇതായിട്ടുള്ളത്. നമ്മൾ വെട്ട സിനിമയിലൊരു രംഗം ഓർമ്മയുണ്ടാവും. ദിലീപ് ആ പെണ്ണും കൂടി യാത്ര ചെയ്യുമ്പോൾ, നായികയും കൂടി യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന നായിക, റെയിൽവേ സ്റ്റേഷൻ ഒരു സ്ഥലത്ത് ട്രെയിൻ നിർത്തുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന നായിക, അപ്പോൾ പെട്ടെന്ന് ആ ട്രെയിനിൽ നിന്ന് അവൾ ഇറങ്ങി കയറിയിട്ടില്ലെന്ന് കാണുമ്പോൾ ദിലീപ് പെട്ടെന്ന് ഒരു വള്ളിയിൽ തൂങ്ങി, ഇതുപോലൊരു വള്ളിയിൽ തൂങ്ങിയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങുന്നത്. ആ സ്റ്റേഷനാണ് ഈ കാണുന്നത്. അത് ഒത്തിരി സിനിമകൾക്ക്, ഒട്ടേറെ സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള സ്ഥലമാണ്. വളരെ സുന്ദരമായ, പാലക്കാട് ജില്ലയിലെ വളരെ സുന്ദരമായൊരു റെയിൽവേ സ്റ്റേഷനാണിത്. ഇതിൻ്റെ പ്രകൃതി ഭംഗി നിർവചിക്കാനാവാത്തതാണ്. വളരെ ഭംഗിയുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഈ ആൽമരങ്ങളും അതിൻ്റെ വള്ളിയുമൊക്കെ തൂങ്ങിക്കിടക്കുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ കാണുക എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായൊരു രസമുള്ള ഒരു കാഴ്ചയാണ്. ഇതിലൂടെ വന്നു കഴിഞ്ഞാൽ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ മനോഹാരിത എത്ര വർണ്ണിച്ചാലും മതിയാവുന്ന ഒന്നല്ല. വളരെ രസമുള്ളൊരു സ്റ്റേഷനാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. മലയാള സിനിമയുടെ നമ്മൾ യൂട്യൂബൊക്കെ തിരഞ്ഞു കഴിഞ്ഞാൽ ഈ മുതലമട റെയിൽവേ സ്റ്റേഷൻ യൂട്യൂബിൽ തിരഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഷൂട്ട് ചെയ്ത ഒരുപാട് സിനിമകളുടെ പേരുകൾ നമുക്ക് കാണാൻ കഴിയും. ഒട്ടേറെ സിനിമകൾക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ ഒരു ലൊക്കേഷനായി മാറിയിട്ടുണ്ട്. വളരെ രസമുള്ളൊരു ലൊക്കേഷനാണ്. വളരെ സുന്ദരമായ ലൊക്കേഷനാണ്. വളരെ ഭംഗിയുള്ള ലൊക്കേഷനാണ്. ധാരാളം ആളുകൾ വന്നു പോകുന്നൊരു സ്പോട്ടാണ്. വളരെ ഭംഗിയുള്ള, വളരെ രസകരമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. പാലക്കാട് നിന്ന് പൊള്ളാച്ചി റൂട്ടിലുള്ള ഈ മനോഹരമായ സ്ഥലം. ഇവിടെയാണ് ഇന്ന് ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ സ്ഥലം കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്.